ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് 19th ഫ്ലോർ എന്ന സീരീസിന്റെ 17ാമത്തെ എപ്പിസോഡാണ്. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ തുടക്കത്തില് ഹീറോ, ഹീറോയിൻ, അങ്കിള്, ഇൻഫ്ലുവൻസർ പെൺകുട്ടി, പിന്നെ ഷോർട്ട് ഹെയറും ഫാൻ ബോയും എല്ലാവരും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ചിപ്പ് റിമൂവ് ചെയ്യാനായിട്ട്. ഇതേ നേരം തന്നെ ഓപ്പോസിറ്റ് ആ ഡോക്ടർമാരൊക്കെ ചിപ്പ് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇതേ നേരം നമ്മളെ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് മറ്റേ കമ്പനിയിൽ മറ്റേ എംപ്ലോയി ഒക്കെ നിന്നിട്ട് കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യാണ്. തൊട്ട് ഫ്രണ്ടിലെ സ്ക്രീനിൽ ഹീറോ, ഹീറോയിൻ ഗെയിം കളിക്കുന്ന എല്ലാവരുടെ ഫോട്ടോയും ഉണ്ട്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല അവരുടെ ഡേറ്റ എല്ലാം ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ ഹീറോ അവരുടെ സെർവർ റൂമിൽ കയറിയില്ലായിരുന്നു. അതേസമയം തന്നെ അവരുടെ സെർവർ റൂമിലെ സെക്യൂരിറ്റി എല്ലാം ഡാമേജ് ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡേറ്റ എല്ലാം ലോസ്റ്റ് ആയിപ്പോയി. അതായത് ഗെയിമിലെ ഡേറ്റ എല്ലാം അതെല്ലാം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇവരുടെ തലേന്ന് ആ ചിപ്പിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതായത് ആ ചിപ്പും പിന്നെ ആ സെർവറും തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോയി. ഇപ്പൊ അവർ ആ ബോസിനെ കാണാതിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും ഗെയിമിലോട്ട് കടക്കത്തില്ലായിരുന്നു. പക്ഷെ ഇവർക്കത് അറിയത്തില്ലായിരുന്നു. ഇവര് ബോസിനെ ഭീഷണിപ്പെടുത്താൻ പോയി. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഈ ബോസിന് തലയിലുള്ള ചിപ്പും സെർവർ റൂമുമായിട്ട് ഡിസ്കണക്ട് ആയതുകൊണ്ട് ഇവരെ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരുന്നു നിന്നത്. പക്ഷേ ഇവർ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തോണ്ട് തന്നെ ബോസ് ആണെങ്കിൽ അവരെ ട്രാപ്പ് ആക്കിയതാണ്. ഇതിനുശേഷം ഗെയിമാണ് കേട്ടോ കാണിക്കുന്നത്. ആ ഗെയിമിൽ എല്ലാവരും കണ്ണു തുറക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എല്ലാരും ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ ഹീറോനെ കാണാനില്ല. ഇതേ നേരം തന്നെ ഹീറോയിൻ ടെൻഷൻ അടിക്കുന്നുണ്ട് ഹീറോനെ കാണാത്തതുകൊണ്ട്. അവർ തമ്മിൽ ഏകദേശം സെറ്റായ ഒരു രീതിയിലാണല്ലോ. ഇതേ നേരം ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ കാണിക്കുകയാണ്. ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടേക്കാണ്. തൊട്ട് മണ്ടയിൽ ഒരു കറങ്ങുന്ന ചക്രം ഉണ്ട് കേട്ടോ. അത് നല്ല മൂർച്ചയുള്ളതാണ്. അത് ഓരോ സമയം കഴിയുന്തോറും താഴോട്ട് വരും. അതായത് ലാസ്റ്റ് ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ അത് വെച്ചായിരിക്കും അറുത്ത് കൊല്ലാൻ പോകുന്നത്. അതാണ് ഈ ബോസിന്റെ ഉദ്ദേശം കേട്ടോ. ഇതൊരു ഗെയിമാണ്. ആ ഗെയിമിൽ ജയിക്കുവാണെങ്കിൽ രക്ഷപ്പെടാം. എന്തായാലും ഇതെല്ലാം കൂടെ കണ്ട നേരത്ത് ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ബോസിനെ നല്ല ചീത്ത പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ മലയാളികൾ ചീത്ത പറയുന്ന കണക്കല്ല അവര് ചീത്ത പറയുന്നത്. അപ്പൊ ഇത് കേട്ട ബോസിന് അപാര തൊലിക്കട്ടിയ, വലിയ കുലുക്കൊന്നുമില്ല. അങ്ങേര് പറയാ, ഞാൻ നിന്നെയൊക്കെ നോക്കി വെച്ചതാ, എന്റെ ഡേറ്റ ലോസ്റ്റ് ആയി പോയതാ, അതുകൊണ്ടാ നിന്നെയൊക്കെ ഗെയിമിലോട്ട് കൊണ്ടുവന്നതെന്ന്. ഇപ്പൊ അവർ അങ്ങോട്ട് ചെന്ന് കയറിയതല്ലേ, അതും പറഞ്ഞിട്ട് ഇവരെ കളിയാക്കുകയാണ് അങ്ങേര്. അപ്പം ഈ കേൾക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇതിനുശേഷം ആ ബോസ് ഉണ്ടല്ലേ ഗെയിം എങ്ങനെ കളിക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആ ഗെയിം കളിക്കുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ. അവിടെ 2 സൈക്കിളുണ്ട്. ആ 2 സൈക്കിളിൽ ആരെങ്കിലും 2 പേര് കയറിയെന്ന് ചവിട്ടണം. അത് ചുമ്മാ ചവിട്ടിയാൽ പോരാ, ഒരേ സ്പീഡിൽ ഒരേപോലെ ചവിട്ടണം. ഇല്ലെങ്കിൽ ആ ഫാൻ ഉണ്ടല്ലോ തൊട്ട് മണ്ടേ നിൽക്കുന്ന കറങ്ങുന്ന ചക്രം ഓരോ സമയം കഴിയുമ്പോഴും താഴോട്ട് വന്നിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ അറുത്ത് കൊന്നുകളയും. അപ്പൊ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ 2 പേരും ഒരേപോലെ സൈക്കിൾ ചവിട്ടണം. അതാണ് ഈ ബോസ് പറഞ്ഞു കൊടുക്കുന്നത്. 2 പേർക്കേ ചവിട്ടാൻ പറ്റത്തുള്ളൂ കേട്ടോ. ബാക്കി 2 പേര് ഹീറോനെ പോയി രക്ഷിക്കണം. വേറെ ഏതോ റൂമിൽ കെട്ടിവെച്ചേക്കാണ് ഹീറോനെ. അത് മാത്രമല്ല ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ ഒരു റിമോട്ട് ഉണ്ട് കേട്ടോ. ഒരു പക്ഷേ ഈ ചക്രം കറങ്ങി കറങ്ങി താഴെ വന്ന് ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ കൊല്ലാറായാൽ ഈ സൈക്കിളിനകത്തൊരു ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ട്. 2 ബോംബ് 2 സൈക്കിളിനകത്ത്. അപ്പൊ ആ സ്വിച്ച് നിൽക്കുവാണെങ്കിൽ ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്ക് രക്ഷപ്പെടാം. എന്നാൽ ബാക്കിയുള്ള 2 പേര്, അതായത് സൈക്കിൾ ഓട്ടുന്ന 2 പേര് എന്തായാലും ബോംബ് പൊട്ടി മരിച്ചു പോകും. അങ്ങനെയാണ് ഈ ഗെയിം പോകുന്നത് കേട്ടോ. എന്തായാലും ഹീറോയിൻ പറയുകയാണ് ഹീറോയിനും അങ്കിളും കൂടെ പോയിട്ട് ഹീറോനെ രക്ഷിക്കാം. ബാക്കി 2 പേര്, അതായത് ഫാൻ ബോയും ഷോർട്ട് ഹെയറും കൂടെ നിന്ന് സൈക്കിൾ ഓട്ടിയിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ രക്ഷിക്കണമെന്ന്. അങ്ങനെ ഹീറോയിനും അങ്കിളും കൂടെ അവിടെ നിന്ന് പോവാണ് കേട്ടോ വേറൊരു റൂമിലോട്ട്. അവിടാണ് ഹീറോനെ കെട്ടിവെച്ചേക്കുന്നത്. എന്തായാലും അവരവിടെ നിന്ന് പോയ ശേഷം ഫാൻ ബോയും പിന്നെ ഷോർട്ട് ഹെയറും കൂടെ സൈക്കിളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ആ ഗെയിം സ്റ്റാർട്ട് ആവാന്ന് അനൗൺസ്മെന്റ് വിളിച്ച് പറയുകയാണ്. ഇതിനുശേഷം ഹീറോയിനെ അങ്കിളിനെയും കാണിക്കുകയാണ്. ഇവര് നേരെ ചെല്ലുന്നത് ഹീറോന്റെ അടുത്താണ് കേട്ടോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഹീറോനെ ഒരു ചില്ലും കുപ്പിയിൽ കെട്ടിവെച്ചേക്കാണ് ഒരു ഗ്ലാസിനകത്ത്. എയർ വെന്റിലേഷൻ ഒന്നും ഇല്ല കേട്ടോ. എന്തായാലും ഹീറോയിനും അങ്കിളും കൂടെ ഹീറോന്റെ അടുത്ത് ചെന്നിട്ട് അവനെ ഉണർത്തുകയാണ് കേട്ടോ. പക്ഷെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഹീറോ എന്തായാലും ചിപ്പ് റിമൂവ് ചെയ്തിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചില്ലായിരുന്നു ഇരുന്നത്. അപ്പൊ അവൻ കണ്ണ് തുറക്കുന്നത് ഗെയിമിലാണ്. അപ്പൊ അവൻ എന്തുമാത്രം ദേഷ്യം കാണും ഈ ബോസിനോട്. അവനും ബോസിനെ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, മലയാളികൾ ചീത്ത പറയുന്ന കണക്കല്ല അവര് ചീത്ത പറയുന്നത്. അവര് വേറൊരു രീതിയിലാണ്. എന്നിട്ട് ഈ ബോസിന് ഒരു കുലുക്കം ഇല്ല. അങ്ങേർക്ക് അപാര തൊലിക്കട്ടിയാണ് കേട്ടോ. എന്നിട്ട് ഈ ബോസ് ആണെങ്കിൽ ആ ഗെയിമിന്റെ റൂള് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഹീറോനെ കെട്ടിവെച്ചേക്കുന്ന ആ സ്പേസ് ഇല്ലേ, ആ സ്പേസിന്റെ മണ്ടയിൽ കുറെ അധികം പൈപ്പ് ഉണ്ട്. അത് മാത്രമല്ല സൈഡിൽ കുറെ കട്ട വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വീഴാതെടുക്കണം. അങ്ങനെ ഓരോ തവണയും അത് വീഴുവാണെങ്കിൽ ഓരോ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും. അങ്ങനെ എത്ര പ്രാവശ്യം വീഴുന്നോ അത്രയും പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് ലാസ്റ്റ് ഹീറോ ആ വെള്ളത്തിൽ മുങ്ങിയായിരിക്കും മരിക്കുന്നത്. ഈ നിയമം ബോസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ഹീറോയിൻ അവിടെ ഇരിക്കുന്ന ആ കട്ട എടുക്കാൻ പോകുന്ന സമയത്ത് ആ കട്ടയിൽ നിന്ന് കുറച്ച് കട്ട മാഞ്ഞു പോവാണ്. ഒരു 3-4 എണ്ണം. അതായത് എല്ലാ കട്ടയും കാണത്തില്ല. അതിൽ കുറച്ച് കട്ട അവരെടുത്ത് മാറ്റിയിട്ടായിരിക്കും ഈ ഗെയിമിലോട്ട് വരുന്നത്. അതായത് ആ ഗെയിമിൽ നിന്ന് ഏകദേശം 10 കട്ട എടുത്ത് മാറ്റണം വീഴാതെ. അതിൽ നിന്ന് തന്നെ കുറെ യവന്മാരെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ ടഫ്നെസ് ലെവൽ കൂടും. അതാണ് ഈ ബോസ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെയും ഫാൻ ബോയിനെയും ഷോർട്ട് ഹെയറിനെയും കാണിക്കുകയാണ് കേട്ടോ. അവര് സൈക്കിൾ ഓട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ
എന്നാൽ ആദ്യമൊന്നും സൈക്കിൾ ഓട്ടുന്ന സമയത്ത് ആ ബ്ലേഡ് ആണെങ്കിൽ താഴോട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടി ഒരുപാട് പേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ ആ സൈക്കിൾ നിർത്തിയിട്ട് 1 2 1 2 അങ്ങനെ പറഞ്ഞിട്ട് ചവിട്ടാൻ തുടങ്ങുകയാണ് ഒരേപോലെ. അങ്ങനെ ചവിട്ടുന്ന സമയത്ത് പതിയെ പതിയെ ആ ബ്ലേഡ് മണ്ടയിലോട്ട് പൊങ്ങാൻ തുടങ്ങുകയാണ്. എന്തായാലും ഹീറോയിനെയും അങ്കിളിനെയും കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരവിടെ ഇരുന്നിട്ട് ആ കട്ടയുടെ ഗെയിം കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഹീറോയിന് ഒരു ഫ്ലാഷ് ബാക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ബോസ്. അതായത് മാനസികമായിട്ട് ടോർച്ചർ ചെയ്യാനുള്ള രീതിയാണ്. അവൾക്കാണെങ്കിൽ അവളുടെ അമ്മ മരിച്ചു പോകുന്നതായിട്ടും അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുകയാണ്. അതായത് ഈ അമ്മേനെ ആണെങ്കിൽ കാർ ഇടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പണ്ട്. ആ ഫ്ലാഷ് ബാക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതായത് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന നേരത്ത് ഹീറോയിന്റെ ഫ്രണ്ടിൽ, അതായത് കുട്ടി ഹീറോയിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ കുറെ കട്ട പറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടി ഹീറോയിന് ആ കട്ടയൊന്നും കറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നില്ല. അത് പലതവണ വെക്കുന്ന സമയത്തും അത് തറയിൽ പോവാണ്. അത് മാത്രമല്ല ഈ കുട്ടി ഹീറോയിൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു, അതായത് ഈ കട്ട ഗെയിമിൽ ജയിച്ചില്ലെങ്കിൽ അമ്മ മരിച്ചു പോകുന്നു. അതായത് ഹീറോയിൻ ആണെങ്കിൽ ആ കട്ട ഗെയിമിൽ തോക്കും കേട്ടോ. അങ്ങനെ അമ്മ മരിക്കുകയാണ്. ഈ ഫ്ലാഷ് ബാക്ക് കണ്ടപ്പോഴേ ഹീറോയിൻ ഒരുമാതിരി തകർന്നു പോയി. അത് മാത്രമല്ല മറ്റേ കൂട്ടുകാരി പെൺകുട്ടിയുടെ ഓർമ്മകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഹീറോയിന്റെ മനസ്സിലോട്ട്. ഇതൂടെ കണ്ട നേരത്ത് ഹീറോയിൻ ആണെങ്കിൽ ആകെ തളർന്നു പോയി കേട്ടോ. അവൾക്കാണെങ്കിൽ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, കൈയെല്ലാം നന്നായിട്ട് വിറയ്ക്കുകയാണ്. ആരായിരുന്നാലും അങ്ങനെയാണ്. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ആ കട്ടയെല്ലാം തറയെ തള്ളിയിടുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഹീറോന്റെ സ്പേസിൽ ഓരോ പൈപ്പിൽ നിന്നും വെള്ളം വീഴാൻ തുടങ്ങുകയാണ്. ഇതിനുശേഷം ഫാൻ ബോയിനെയും ഇൻഫ്ലുവൻസർ പെൺകുട്ടിനെയും പിന്നെ ഷോർട്ട് ഹെയറിനെ കാണിക്കുകയാണ്. ഇവിടെ അവർ ടാർഗറ്റ് ചെയ്തേക്കുന്നത് ഷോർട്ട് ഹെയറിനെയാണ് കേട്ടോ. ഷോർട്ട് ഹെയറിന്റെ മനസ്സിലോട്ട് ഓരോ ഓർമ്മകൾ ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഷോർട്ട് ഹെയർ ഏതോ ഒരു ഗെയിമിൽ പ്രൊഫഷണൽ ആയിരുന്നു. അതായത് ആ ഗെയിമിന്റെ പേര് എനിക്കറിയത്തില്ല, അവർ പറയുന്നത് ഫെൻസിങ് എന്നാണ്. അപ്പൊ അതിനകത്ത് പ്രൊഫഷണൽ ആയിരുന്നു. അങ്ങനെ അവൾ ഒരു ദിവസം ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഓപ്പോസിറ്റ് ഒപ്പണന്റ് ഉണ്ട് കേട്ടോ. മാച്ചാണ്. എന്തായാലും ആ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അവളാണെങ്കിൽ കാല് മടങ്ങിയിട്ട് വീഴുകയാണ് കേട്ടോ. അതായത് അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അവളുടെ കാല് ഡാമേജ് ആയത്. ഇത് കണ്ടിട്ട് അവൾ ഒരുപാട് തളരുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല അവളുടെ അമ്മേനെ കൂടെ ഓർമ്മയിൽ കൊണ്ടുവരാണ്. അതായത് അവളുടെ അമ്മ ഓൾറെഡി ഒട്ടും സപ്പോർട്ടല്ല അവൾക്ക് വേണ്ടിയിട്ട്. ഇതേ നേരം ഈ ഷോർട്ട് ഹെയറിന്റെ വേറൊരു ക്ലോണിന്, അതായത് ഷോർട്ട് ഹെയറിനെ പോലെ ഇരിക്കുന്ന വേറൊരാളെ കൂടെ കൊണ്ടുവരികയാണ് ഇമാജിനറി ആയിട്ട്. എന്നിട്ട് ഈ ഷോർട്ട് ഹെയറിനോട് പറയാണ്, നീ വെറും വേസ്റ്റ് ആണ്, നമ്മൾ വെറും വേസ്റ്റ് ആണ്, നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, നമ്മുടെ കാലൊരിക്കലും ശരിയാവത്തില്ല, നിന്റെ കാലം ഒരിക്കലും ശരിയാവത്തില്ല എന്നൊക്കെ പറയാണ്. അത് മാത്രമല്ല ഈ അമ്മയാണെങ്കിൽ അവളെ മാനസികമായി ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇതൂടെ കേൾക്കുന്ന നേരത്ത് ഷോർട്ട് ഹെയറിന് ഒട്ടും പറ്റുന്നില്ല കേട്ടോ. ഷോർട്ട് ഹെയർ നന്നായിട്ട് തളർന്നു പോവാണ്. അതായത് ഇത് ബോസിന്റെ വെറും ഒരു പ്ലാനിങ് ആണ്. മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് ഇവരെ ഗെയിം കളിക്കാൻ പറ്റാത്ത രീതിയിലാക്കുക, അല്ലെങ്കിൽ ഗെയിമിൽ തോപ്പിക്കുക, ബാക്കിയുള്ളവരെ കോമയിൽ കൊണ്ടുപോകുക. ഇത് കാണുന്ന സമയത്ത് ഇയാൾക്കൊരു ആനന്ദമാണ് മനസ്സിന്. എന്ത് മനുഷ്യനാണാവോ. എന്തായാലും ഇതൊക്കെ ആവുന്ന സമയത്ത് ഈ ഷോർട്ട് ഹെയറിന് ഒട്ടും സൈക്കിൾ ഓട്ടാൻ പറ്റുന്നില്ല കേട്ടോ. ഈ സൈക്കിൾ ചവിട്ടാതിരുന്ന എന്തായിരിക്കും പറ്റുക? ആ ബ്ലേഡ് ആണെങ്കിൽ പതിയെ താഴോട്ട് വരിക. അങ്ങനെ ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ കട്ട് ചെയ്യുന്ന സമയം വരെ ആയി കേട്ടോ. ഇത് കാണുന്ന നേരത്ത് ഇൻഫ്ലുവൻസർ പെൺകുട്ടി ഒരുപാട് പേടിക്കുന്നുണ്ട്. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. അങ്കിളും ഉണ്ട് കേട്ടോ. അവര് തമ്മിൽ കളിക്കുന്ന നേരത്ത് അങ്കിള് നന്നായിട്ടാണ് കളിക്കുന്നത്. അങ്കിളിന് വേറെ മാനസിക സമ്മർദ്ദമൊന്നും വന്നിട്ടില്ല. ഹീറോയിനെ ഒരുപാട് തളർത്തി കളഞ്ഞു കേട്ടോ. അതുകൊണ്ട് പലതവണ തട്ടിയിട്ട് ഹീറോന്റെ സ്പേസിൽ എല്ലാ പൈപ്പും ഓണായി. അതായത് കുറെ അധികം പൈപ്പ് ഓണായി. എല്ലാം ഓണായില്ല, എന്നാലും കുറെ അധികം ഓണായി. എന്നിട്ട് ഈ ഹീറോന്റെ കഴുത്തൊപ്പം വെള്ളം വന്നിട്ടുണ്ട്. അവ ഇപ്പൊ മുങ്ങും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇതിനുശേഷം സൈക്കിൾ ഓട്ടുന്ന ഷോർട്ട് ഹെയറിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഷോർട്ട് ഹെയറിനെ അമ്മ ഇപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവള് സൈക്കിൾ ഓട്ടാതെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഈ ഫാൻ ബോയ് ആണെങ്കിൽ ഓടി വരികയാണ്. എന്നിട്ട് അവളുടെ മുഖത്ത് തട്ടാണ്, എണീക്ക് എന്ന് പറഞ്ഞിട്ട്. ഈ ഫാൻ ബോയ് വിളിക്കുന്ന നേരത്ത് അവള് ബോധത്തിലോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കൂടെ സൈക്കിൾ ഓട്ടാൻ പോവാണ്. ഇതേ നേരം ഇൻഫ്ലുവൻസർ പെൺകുട്ടിയാണെങ്കിൽ ഇവരെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവളുടെ കയ്യിലിരുന്ന ആ റിമോട്ട് ഇല്ലേ, അതെടുത്ത് അവള് കളയുകയാണ്. കാരണം ഇനി ആ ബ്ലേഡ് അടുത്ത് വരുന്ന സമയത്ത് മനുഷ്യനല്ലേ, അതിനകത്ത് അങ്ങനെ ഞെക്കിപ്പോയാലോ ഇവരെന്തായാലും ബോംബ് പൊട്ടി മരിച്ചു പോകും, റിയൽ ലൈഫിൽ കോമയിൽ പോകും. അത് മനസ്സിലാക്കിയിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടി സ്വന്തം ജീവൻ ത്യാഗം ചെയ്യുക, അല്ലെങ്കിൽ അവരെ വിശ്വാസമുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ആ റിമോട്ട് എടുത്ത് കളയാണ്. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ് കേട്ടോ. ഹീറോയിന്റെ അടുത്ത് ഹീറോ പറയുന്നുണ്ട്, ഒരിക്കലും പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നിന്നെ കൊണ്ട് കഴിയും, പതിയെ സമയം എടുത്ത് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അതായത് ഹീറോന്റെ കഴുത്തിനൊപ്പം വെള്ളം വന്നിട്ടും അവ ഹീറോയിനെ സപ്പോർട്ട് ചെയ്യാണ്. എന്തായാലും ഹീറോയിന് ഇപ്രാവശ്യം പിഴയ്ക്കുന്നില്ല കേട്ടോ. പതിയെ ഓരോ കട്ട വീതം എടുക്കുകയാണ്. അതും ചെറിയൊരു വിറയിലൊക്കെ ഉണ്ട് കൈക്ക്, എന്നാലും അത്യാവശ്യമുള്ള രീതിയിൽ എടുത്തു മാറ്റാണ്. ഇതിനുശേഷം നമ്മുടെ ഷോർട്ട് ഹെയറിനെയും ഫാൻ ബോയിനെയും കാണിക്കുകയാണ്. അവര് സൈക്കിള് ചവിട്ടി ലാസ്റ്റ് ആ ബ്ലേഡിനെ ഏറ്റവും ടോപ്പിൽ എത്തിച്ച്. അപ്പൊ ആ ബ്ലേഡ് ആണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഒരു പോയിന്റിൽ പോയി തട്ടുവാണെങ്കിൽ പിന്നെ താഴോട്ട് വരത്തില്ല. അങ്ങനെയാണ് ഗെയിമിന്റെ റൂൾ. അതേപോലെ ആ ബ്ലേഡ് ആണെങ്കിൽ ഏറ്റവും ടോപ്പിൽ പോയി തട്ടുകയാണ്. ഇതിനുശേഷം അവർ ആ ഗെയിമിൽ ജയിക്കുകയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ ആവുന്ന നേരത്ത് എല്ലാവരും തളർന്നൊരു സൈഡിൽ ഇരിക്കുകയാണ്. എല്ലാവർക്കും നല്ല ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഹീറോയിനെ കാണിക്കുകയാണ് കേട്ടോ. എന്തായാലും ഹീറോയിൻ പതിയെ ആ കട്ട എടുത്ത് ആ കളി ജയിപ്പിക്കുകയാണ് കേട്ടോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ കളിയിൽ ഹീറോന്റെ സ്പേസ് മൊത്തം വെള്ളം നിറഞ്ഞിട്ട് അവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അവന് ശ്വാസം
പോസ് എടുക്കാൻ പറ്റുന്നില്ല. ഇതേ നേരം ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഗെയിം ജയിച്ചില്ലേ, പിന്നെന്താ ഹീറോനെ പുറത്തു കൊണ്ടുവരാത്തേന്ന് ബോസിന്റെ അടുത്താണ് ചോദിക്കുന്നത്. ബോസിന്റെ ഒരു മറുപടി ഇല്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് രസിച്ചിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ബാക്കിയുള്ള 3 പേര്, അതായത് ഇൻഫ്ലുവൻസർ പെൺകുട്ടി, ഫാൻ ബോയ്, ഷോർട്ട് ഹെയർ, അവരെല്ലാരും കൂടെ അങ്ങോട്ട് ഓടി വരികയാണ് കേട്ടോ ഹീറോന് എന്താ പറ്റിയെന്ന് നോക്കാനായിട്ട്. എന്തായാലും ഹീറോന് ആ സ്പേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇതേ നേരം തന്നെ ബോസിനെ കാണിക്കുകയാണ് കേട്ടോ. ഈ നാറിയാണെങ്കിൽ ഇതെല്ലാം CCTV-യിൽ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് സ്ക്രീനിൽ. അതും കണ്ട് ഒരു ചായയും കുടിച്ച് രസിച്ചിരിക്കുകയാണ് അവൻ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുന്നത്. അപ്പൊ അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് ഇടാൻ നോക്കാം. അതുവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.